കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിനെ പോലെ തോന്നിക്കുന്ന ഇതിനെയാണ് ഫ്ലിപ്പ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഇൻസ്ട്രുമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. 90 ഡിഗ്രി വെർട്ടിക്കലായി ചരിക്കാൻ സാധിക്കുന്ന ഈ വെസൽ ഒരു കപ്പലല്ല, പകരം US ഓഫീസ് ഓഫ് നേവൽ റിസർച്ച് 1962 മുതൽ 2023 വരെ വിവിധ തരത്തിലുള്ള ഓഷനോഗ്രാഫി റിസർച്ചുകൾക്കായി ഉപയോഗിച്ചു വന്നിരുന്ന കടലിലെ ഒരു റിസർച്ച് പ്ലാറ്റ്ഫോമാണ്. 108 മീറ്റർ നീളമുള്ള ഈ വെസലിന് സാധാരണ കപ്പലുകളെ പോലെ ഹൊറിസോണ്ടലായി നിലനിൽക്കാൻ കഴിയുമെങ്കിൽ പോലും പഠനങ്ങൾക്കായി ഇതിന്റെ നീളൻ ഹള്ളിലുള്ള ബാലസ്റ്റ് ടാങ്കിൽ വെള്ളം നിറച്ച് പതിയെ കടലിനുള്ളിലേക്ക് ഇറക്കിയിരുന്നു. ഏകദേശം 28 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയ്ക്കൊടുവിൽ വെസലിന്റെ ഏകദേശം 85% കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നീട് പുറത്തു കാണുന്ന 17 മീറ്ററോളം നീളമുള്ള ഇതിന്റെ ബൾക്ക്ഹെഡാണ് ഡെക്കായി മാറുന്നത്. വെസലിന്റെ നല്ലൊരു ഭാഗവും കടലിനുള്ളിൽ നിലയുറപ്പിച്ചതുകൊണ്ട് തന്നെ തിരമാലകളാൽ ഇവ ആടി ഉയർത്താത്ത സ്റ്റേബിളായി നിലനിൽക്കും. ഈ ഒരു സവിശേഷത കൊണ്ട് തിരമാലകളുടെ ഉയരത്തെയും അക്വസ്റ്റിക് സിഗ്നൽസിനെയും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, ഡെൻസിറ്റി തുടങ്ങി പലതരത്തിലുള്ള പഠനങ്ങൾക്കും കൃത്യമായ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഇങ്ങനെ പഠനങ്ങൾ നടത്തിയതിനു ശേഷം വെള്ളം നിറഞ്ഞ ബാലസ്റ്റ് ടാങ്കിൽ കംപ്രസ്ഡ് എയർ നിറയ്ക്കുകയും പ്ലാറ്റ്ഫോമിനെ തിരികെ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് എത്തിക്കുകയും